ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ വരുമ്പോൾ ഷർട്ടിൽ ഫുള്ള് മമ്മൂക്കിയുടെ ഫോട്ടോസ്. ഇന്നലെ മമ്മൂക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അത്ര നന്നായിരുന്നു കാണാൻ, കശവ മുണ്ടും ഷർട്ടും ഒക്കെ ആയിട്ട്. പിന്നെ അനീഷ് ഉണ്ടല്ലോ, എപ്പോഴും ഈ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് കോർണറിലാണല്ലോ അനീഷ് ഇരിക്കുക. ലാലേട്ടൻ അതിന് അനീഷിനെ പിടിച്ച് സെന്ററിലെത്തി. ഇപ്പൊ എങ്ങനെയുണ്ട് അനീഷെ? അപ്പൊ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഇതും കംഫർട്ടബിൾ തന്നെയാണ് എന്നുള്ള രീതിക്ക് അനീഷിനോട് പറഞ്ഞു. അനീഷ് ഒന്നും മിണ്ടുന്നില്ല, പോയി സെന്ററിൽ പൂച്ചക്കുട്ടി പോലെ ഇരിക്കുന്നു അനീഷ്. അക്ബർ നിറയെ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ദേഷ്യം വന്നാൽ അക്ബറിനെ കാണണം. അത്രയും ഫോഴ്സ് ആയിട്ടാണ് അടിക്ക് തല്ലാൻ പോണ പോലെയും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അക്ബർ നിർത്തിയിട്ടേ ഇല്ല. എത്ര വാൺ ചെയ്തിട്ട് അക്ബർ നിർത്തിയിട്ടില്ല. അപ്പാനെ അതേമാതിരിയായിരുന്നു, അപ്പാനെ തൂക്കിയല്ലോ. ഇനി അക്ബർ അതേമാതിരി ബിഹേവ് ചെയ്യുന്നുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ലാലേട്ടൻ അക്ബറോട് ഭയങ്കര ഫോഴ്സിലൊന്നും പറയുന്നില്ല. അനുമോളെയൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഫോഴ്സ് ഒന്നും അക്ബറിനെ കാണാനേ ഇല്ല. അതെന്താണെന്നുള്ള കാര്യം അറിയുന്നില്ല നമുക്ക്. പിന്നെ ഈ പണിപ്പുരയിലൊരു ഗെയിം കഴിഞ്ഞിരുന്നു. അതില് ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടിയിട്ട് ജിഷിൻ വന്ന് കളിച്ചത് ശരിയല്ല, ടൈമിങ്ങിന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു പോയിന്റ് കൊടുക്കുക ഒന്നും ചെയ്തില്ല. പക്ഷെ ലാലേട്ടൻ നമ്മളെ ക്യാമറയിലൊക്കെ കണ്ടിട്ട് ജിഷിൻ ജയിച്ചിരിക്കുകയാണ്. അതില് ഇവര് ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ചേർന്ന് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ലാലേട്ടന് ജിഷിന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ടില് സൈനൊക്കെ ചെയ്തിട്ട് ജിഷിന് കൊടുത്തു. ആ ജിഷിന് ഭയങ്കര സന്തോഷമായി. അതിനെ കിസ് ചെയ്യണു. ജിഷിൻ പറയണു, ഞാൻ ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താണ് ഷോക്കേസിൽ വെക്കും, എന്നും എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെക്കും പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷ കണ്ണീരും ഒക്കെ വരുന്നു, ആനന്ദ കണ്ണീരും ഒക്കെ വരുന്നു ജിഷിന്. പിന്നെ ഇങ്ങനെ ഒരു ടീഷർട്ട് കിട്ടുമ്പോൾ പ്രതീക്ഷിക്കാത്തതാണല്ലോ. അതെല്ലാവർക്കും ആർക്കാണെങ്കിലും ഈ ഒരു സന്തോഷം അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ നെവിൻ ക്യാപ്റ്റൻസിയില് നെവിൻ ക്യാപ്റ്റൻ ആയതോട് കൂടിയിട്ട് നെവിന്റെ തലയ്ക്ക് എനിക്കാണ് ഭാരം എന്നുള്ള ഒരു മൈൻഡ് ആയി എന്നാ തോന്നുന്നത്. എല്ലാവരോടും ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയൻ നെവിൻ ക്യാപ്റ്റനായിട്ട് നേരാവണ്ണം ഒന്നും ചെയ്തില്ല എന്നുള്ളതായിരുന്നു നെവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ ഒപ്പീനിയൻ. നെവിൻ അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ കിടന്ന് ഉറക്കം തന്നെ, എപ്പോഴും ഉറക്കം തന്നെ അത്ര. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, നെവിൻ ഇവിടെ ഉറങ്ങാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓപ്പണായിട്ട് നെവിൻ പറയുന്നു, അതേ ലാലേട്ട, ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, അതുകൊണ്ട് ഉറക്കം വന്നാൽ ഉറങ്ങി തന്നെ ആവണം എന്ന് പറയുന്നു. ഇതൊരു ഗെയിം അല്ലേ, അപ്പൊ ഇവിടെ ഉറങ്ങാനാണോ വന്നിരിക്കുന്നത് എന്ന് ലാലേട്ടൻ മാനിച്ചു ചെയ്യുന്നു നെവിനോട്. അപ്പൊ നെവിനോ ആണ് ലാലേട്ടൻ എന്നുള്ള രീതിക്ക് പറയുന്നു. നെവിന്റെ ഓരോരോ ആക്ടിവിറ്റീസ് കാണാൻ നന്നായിട്ടുണ്ട് അവിടെ. പിന്നെ മസ്താനി പുറത്ത് നടന്ന കാര്യങ്ങളൊന്നും മസ്താനി അകത്ത് വന്ന് പറയരുത് എന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ബിഗ് ബോസിനുള്ള ആൾക്കാർ എല്ലാവരും നെഗറ്റീവ് കാര്യങ്ങളും ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഇവിടെ വന്നിട്ട് മസ്താനി ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിറയെ പറയുന്ന സമയത്ത് മസ്താനിയും ഓരോരോ ഇംഗ്ലീഷിലായിട്ട് ബാഡ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, മസ്താനി പറഞ്ഞത് കറക്റ്റ് ആണോ? അപ്പാനിയെ മാത്രം മെൻഷൻ ചെയ്ത് മസ്താനി പറഞ്ഞുവല്ലോ. ഒരാളെ കുറ്റം പറയണമെങ്കിൽ ഫസ്റ്റ് അവര് യോഗ്യമായിട്ടുണ്ടാവണം. ഇതിനേക്കാളും കുറ്റം ബാഡ് വേർഡ്സ് യൂസ് ചെയ്തവർ എങ്ങനെയാ അപ്പാനിയെ പറയാൻ പറ്റുക എന്നുള്ള രീതിക്ക് ലാലേട്ടൻ മസ്താനിയോട് ചോദിച്ചിരുന്നു. അപ്പൊ മസ്താനി ഒന്നും മിണ്ടുന്നില്ല, കേട്ടിട്ടും പറഞ്ഞിട്ടും മിണ്ടാണ്ടിരിക്കുന്നു. പിന്നെ സാബുമോനോടും വൈൽഡ് എൻട്രിയിൽ വന്ന സാബുമോനോടും എല്ലാവരോടും ഓരോരോ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. സാബുമോനോട് ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് സാബുമോന് ഒരു അഭിപ്രായം ഇല്ല. എല്ലാവരോടെയും മിങ്കിൾ ചെയ്യേണ്ട എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. ഒരു അഭിപ്രായവും അവരില്ല. എല്ലാം എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിക്കാണ് സാബുമോന്റെ കാര്യങ്ങൾ പറയുന്നത്. ആര്യൻ, ജിസയില്, അനുമോള്, ശൈത്യ, ഇവര് നാല് പേരാണ് എലിമിനേഷനുള്ളത്. ബാക്കി എല്ലാവരും സേഫായി. അപ്പൊ ബിഗ് ബോസ് വന്നിട്ട് ആര്യനും ജിസയിലിനെയും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇവര് തമ്മിലുള്ള വഴക്കുണ്ടെങ്കിലോ ആരെങ്കിലും ഒരാൾ പുറത്തു പോകും, അത് കമ്പൽസറിയാണ്. അത് ആരാ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവരോട് സംസാരിക്കാൻ പറഞ്ഞു. അവര് രണ്ടുപേരും കൂടി സംസാരിച്ചു. അതേമാതിരി അനുമോളെയും ശൈത്യയും വിളിച്ചു. അവർ രണ്ടുപേരും സംസാരിച്ചു. ഒരേ കൾച്ചറും കെട്ടിപ്പിടിക്കലും വയ്ക്കലൊക്കെ ആയിരുന്നു. ശൈത്യക്ക് അത്ര ഇഷ്ടം അനുമോളെ. പക്ഷെ അനുമോള് മനസ്സിലാക്കിയില്ല എന്നാണ് ശൈത്യ പറയുന്നത്. ലാസ്റ്റിൽ ആരാരും എലിമിനേറ്റ് ആയത് ശൈത്യാണ് എലിമിനേഷൻ ആയത്. ഇപ്രാവശ്യം 3 പേര് എലിമിനേഷൻ ആയി പോയി. ഈ വീക്ക് 3 പേര് എലിമിനേഷൻ ആവുമെന്ന് വിചാരിച്ചില്ല. രേണു സുധി, അപ്പാനി, ശൈത്യ 3 പേരും എലിമിനേറ്റ് ആയി ഈ ആഴ്ച. ഇതൊക്കെയാണ് ഈ വീക്കിലെ കാര്യങ്ങൾ. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.